എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. വിവാഹത്തിൻ്റെ ആദ്യ നാളുകളിൽ ഭാര്യ ഭർത്താക്കന്മാർ നല്ല റൊമാൻറ്റിക്കലായിരിക്കും. അവിടെ നിന്ന് അങ്ങോട്ട് കല്യാണത്തിന് ശേഷം റൊമാൻറ്റിക്കൽ പയ്യെ പയ്യെ കുറഞ്ഞു വരും. താരതമ്യേന നിസ്സാരമെന്ന് നമുക്ക് തോന്നുമെങ്കിലും കുറച്ച് കാര്യങ്ങൾ പ്രായോഗിക തലത്തിൽ കൊണ്ടുവന്നാൽ നമുക്ക് വീണ്ടും ഒരു റൊമാൻറ്റിക് മൂഡിലേക്ക് എത്താനായിട്ട് സാധിക്കും. അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. കുടുംബജീവിതത്തിൻ്റെ വിജയത്തിൽ റൊമാൻസിന് വലിയ സ്വാധീനമാണുള്ളത്. വിവാഹിതരായി 1-2 വർഷം കഴിയുമ്പോഴും റൊമാൻസിൻ്റെ കാന്തികശക്തി ഇല്ലാതാകുന്നു. ഭാര്യയുടെയും ഭർത്താവിൻ്റെയും തിരക്കുകളായിരിക്കാം ഇതിനും കാരണം. കുട്ടി പിറന്നു കഴിഞ്ഞാൽ അതിനെ വളർത്തുന്നതിനും മറ്റും കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരുന്നതും ഒരു കാരണമാകാം. സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബജീവിതത്തെ പറ്റിയുള്ള തെറ്റായ ധാരണകളും നിസ്സാരങ്ങളായ പ്രശ്നങ്ങളുമെല്ലാം പരസ്പരം ഒന്നിച്ചു നിർത്തുന്ന റൊമാൻസിൽ നിന്ന് ദമ്പതികളെ പയ്യെ പയ്യെ അകറ്റി തുടങ്ങുന്നു. വിവാഹത്തിന് മുമ്പ് വധുവും വരനും മനസ്സിൽ സ്വപ്നത്തിൻ്റെ ഒരു ലോകമാണ് കെട്ടിപ്പടുക്കുന്നത്. വിവാഹം കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു. ഈ യാഥാർത്ഥ്യവും സ്വപ്നസങ്കല്പവും തമ്മിലുള്ള അന്തരമാണ് വധുവരന്മാരിൽ നിന്ന് റൊമാൻസ് ഇല്ലാതാക്കുന്നത്. താരതമ്യേന നമ്മൾക്ക് നിസ്സാരമെന്ന് തോന്നുമെങ്കിലും കുറച്ച് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പഴയ രീതിയിലേക്ക് കുടുംബ ബന്ധങ്ങളെ ഭംഗിയുള്ളതാക്കി മാറ്റാൻ സാധിക്കും. അതിനുവേണ്ടി ആദ്യം ചെയ്യേണ്ടത് സ്നേഹപൂർവ്വം ഒരു വാചകം, അതായത് ഭാര്യയും ഭർത്താവും 1-2 വാചകങ്ങൾ സ്നേഹപൂർവ്വം പരസ്പരം പറഞ്ഞു നോക്കുക. പരസ്പരം പറയാൻ കഴിയില്ലെങ്കിൽ ഭാര്യ കാണത്തക്ക രീതിയിൽ ഒരു തുണ്ടുകടലാസ് എഴുതി വയ്ക്കാവുന്നതാണ്. ഇനി അപ്രതീക്ഷിതമായ ഒരു ഡിന്നർ, ഇടയ്ക്കിടയ്ക്ക് അപ്രതീക്ഷിതമായ ഒരു സൽക്കാരമാകാം. ഭർത്താവ് വീട്ടിലെത്തുമ്പോൾ രാത്രി പ്രത്യേകമായി പാചകം ചെയ്ത ഭക്ഷണം നൽകുന്നത് മാന്ത്രിക ഫലം ചെയ്യും. നല്ല ഭക്ഷണത്തിലൂടെയാണ് പുരുഷൻ്റെ ഹൃദയം കീഴടക്കുക എന്ന് പറയാറുണ്ടല്ലോ. അതുകൂടാതെ ആകർഷകമായ വേഷങ്ങൾ, പുരുഷന്മാർ എപ്പോഴും തൻ്റെ ഭാര്യ നല്ല വസ്ത്രങ്ങൾ ധരിച്ച് ഒരുങ്ങി നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഭർത്താവ് പുറത്തു പോയിട്ട് വൈകിട്ട് തിരിച്ചു വരുമ്പോൾ നന്നായി കുളിച്ചൊരുങ്ങി നിൽക്കുന്നത് ബന്ധത്തിൻ്റെ ഊഷ്മളത വർദ്ധിപ്പിക്കുന്നു. പുറത്തുനിന്ന് വരുമ്പോൾ പുരുഷന്മാർക്ക് തൻ്റെ പങ്കാളി ഇഷ്ടപ്പെടുന്ന സുഗന്ധദ്രവ്യങ്ങളോ എണ്ണവർഗ്ഗങ്ങളോ വാങ്ങി കൊണ്ടുവരാവുന്നതാണ്. ഇനി നോക്കാനുള്ളത് രാത്രിയിൽ കുടുംബ പ്രശ്നങ്ങൾ ഒരിക്കലും ചർച്ച ചെയ്യരുത്. പല വീടുകളിലും ഭാര്യ ഭർത്താക്കന്മാർ ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് കുടുംബത്തിലെ നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇക്കാര്യത്തിന് മുൻകൈ എടുക്കുക. മൃദുവായ സംഗീതത്തിൽ ലയിച്ച് കുറേ സമയം കിടക്കാൻ പരിശീലിക്കുക. കിടക്കമുറിയിലെ നേർത്ത പ്രകാശവും മൃദുവായ സംഗീതവും ഭാര്യ ഭർത്താക്കന്മാരെ പുതിയൊരു ലോകത്തിലേക്ക് ആനയിക്കും. പുരുഷന്മാർ പൊതുവെ ആത്മബന്ധത്തേക്കാൾ മറ്റു ചില ഘടകങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. പണം, ഭക്ഷണം, സ്ത്രീകളോടുള്ള അമിത താല്പര്യം, സംശയം തുടങ്ങിയവ പുരുഷനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. ഇക്കാര്യം ഏതൊരു ഭാര്യയും മനസ്സിലാക്കിയിരിക്കണം. അടുത്തത് തുറന്ന പെരുമാറ്റം. മിക്ക സ്ത്രീകളും കാര്യങ്ങൾ തുറന്നു പറയാൻ വൈമുഖ്യമുള്ളവരാണ്. കുടുംബജീവിതം വിജയിക്കണമെങ്കിൽ ഭർത്താവുമായി കാര്യങ്ങൾ തുറന്നു പറയാനുള്ള ധൈര്യമുണ്ടാകണം. ഭർത്താവിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത് എന്ന കാര്യം വ്യക്തമായി പറയുക. തൻ്റെ ആഗ്രഹങ്ങളും തുറന്നു പറയുക. ഇടയ്ക്കിടെ പരസ്പരം അഭിനന്ദിക്കാനും സമ്മാനങ്ങൾ നൽകാനും മടിക്കരുത്. ഇനി വേണ്ടത് ആഴ്ചയിൽ ഒരിക്കൽ പുറത്തു പോവുക. ആഴ്ചയിൽ ഒരിക്കൽ വീടിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തു കടക്കുക. പുറത്തുപോയി ഭക്ഷണം കഴിക്കാം, ഒരുമിച്ച് നടക്കാം, പിക്നിക്കിന് പോവാം, അങ്ങനെ പലതുമാകാം. എപ്പോഴും ഒരു പുതിയ ചിന്ത വേണം നമുക്ക്. ഇന്നലകളെ മറക്കുക. ഇന്നലകളിലെ തിക്തമായ സംഭവങ്ങൾ ഒരിക്കലും ഓർമ്മിപ്പിക്കരുത്. ഓരോ ദിവസവും ഓരോ പുതിയ ദിനമായി കാണുക. പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക. എപ്പോഴും പുതുമ നിലനിർത്തുക. ജീവിതത്തിൽ വൈകാരികത എപ്പോഴും നിലനിർത്തുക. ഈ വൈകാരികതയ്ക്ക് പകരമായി മറ്റൊന്നുമില്ല. സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിന് ഒരു മടിയും വേണ്ട. ഒഴിവുകാലം ഒരുമിച്ച് ആസ്വദിക്കുക. ഒഴിവുകാലം എല്ലാവരും കുടുംബസമേതമാണ് ആസ്വദിക്കേണ്ടത്, അല്ലാതെ ഒറ്റയ്ക്ക് ഒഴിവുകാലം ഒരിക്കലും ആസ്വദിക്കരുത്. ഒരുമിച്ചിരുന്ന് സിനിമ കാണുന്നതും നല്ലതാണ്. ആ സമയത്ത് ഭാര്യ ഭർത്താക്കന്മാർ അടുത്തിരിക്കുന്നതും സ്പർശിക്കുന്നതും സാധാരണമാണല്ലോ. പുറത്തു പോകുമ്പോൾ ഇടയ്ക്കിടെ ഭാര്യയുടെ കരഗ്രഹിക്കുന്നത് ഗുണകരമത്രേ. ഇത് ആത്മബന്ധത്തെ കൂടുതൽ ശക്തമാക്കും. അതുകൂടാതെ ഇടയ്ക്കിടയ്ക്ക് വാട്സപ്പ് ചെയ്യുന്നതും നല്ലതാണ്. അത് ഭാര്യ ഭർത്താക്കന്മാർക്ക് അവരുടെ ബന്ധത്തിൻ്റെ ശക്തി കൂട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ നമ്മളുടെ കഴിഞ്ഞു പോയ ആ റൊമാൻസ് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും.